എക്സ്റേയിൽ നമ്മുടെ ഒടിഞ്ഞ എല്ല് വ്യക്തമായി കാണാൻ സാധിക്കും അല്ലേ? അതെ, വളരെ കൃത്യമായി കാണാം. ഒരു സംശയം അവിടെ ഉണ്ടാകില്ല. ഉം. ഡോക്ടർ ആ ഫിലിം വെളിച്ചത്തേക്ക് പിടിച്ചിട്ട് പറയും, ദാ ഇവിടെയാണോ പൊട്ടൽ, ഇതാണ് നിങ്ങളുടെ പ്രശ്നമെന്ന്. കാര്യങ്ങൾ വളരെ ബൈനറിയാണ് അവിടെ. ഒന്നുകിൽ എല്ല് ഒടിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇല്ല. ശരിയാണ്, അതൊരു ഫിസിക്കൽ യാഥാർത്ഥ്യമാണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒന്ന്. എന്നാൽ തകർന്നൊരു ബന്ധമോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ അഹങ്കാരമോ ഏത് എക്സ്റേ മെഷീനിലാണോന്ന് കാണാൻ കഴിയുക? അതൊരു വലിയ ചോദ്യമാണ്. അതിനൊരു മെഷീൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. ഇല്ല, ഒരിക്കലുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളെ സ്രോതസ്സുകളിൽ നിന്ന് സ്കാൻ ചെയ്തെടുക്കാൻ പോകുന്നത് മനുഷ്യന്റെ ഈ കാണാപ്പുറങ്ങളെയാണ്. അതായത് പ്രണയം, വിവാഹം, ഈ സമൂഹത്തിന്റെ കാപട്യങ്ങൾ, പിന്നെ നമ്മൾ ആരും സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത മരണമെന്ന യാഥാർത്ഥ്യം. നിങ്ങളെ എല്ലാവരെയും ഈ ഒരു ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മനുഷ്യന്റെ വൈകാരിക ലോകം എക്കാലത്തും വളരെ സങ്കീർണമാണ്. ഈ സങ്കീർണതകളെ നാം പലപ്പോഴും കണ്ടില്ലെന്ന് നടിക്കുകയാണ് പതിവ്. നമ്മൾ ഇന്ന് പരിശോധിക്കുന്ന സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നത് ഈ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുന്നത് നമ്മെ നിരാശരാക്കാൻ വേണ്ടിയല്ല എന്നാണ്. അതെ, അതൊരു കണ്ണാടിയാണ് അല്ലേ? നമ്മളെ തന്നെ കൂടുതൽ വ്യക്തതയോടെ കാണാനുള്ളൊരു കണ്ണാടി. ശരി, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ഈ സ്രോതസ്സുകൾ വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാന വികാരമായ പ്രണയത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. തീർച്ചയായും, പ്രണയത്തിൽ നിന്നാകുമ്പോൾ അതൊരു നല്ല തുടക്കമായിരിക്കും. ആധുനിക കാലത്തെ പ്രണയത്തെക്കുറിച്ച് വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം തോന്നി. ഇന്നത്തെ പ്രണയം ശരിക്കും പറഞ്ഞാൽ ഒരു ഫാസ്റ്റ് ഫുഡ് സംസ്കാരം പോലെയാണ്. ഓഹോ, ഫാസ്റ്റ് ഫുഡ് സംസ്കാരം, നല്ലൊരു പ്രയോഗമാണല്ലോ അത്. നിൽക്കുന്ന ഒരു പോഷണം അതിലില്ല. പഴയതുപോലെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ ഇന്നത്തെ തലമുറയ്ക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ഞാൻ ശരിക്കും ചിന്തിച്ചുപോയി. ആ ഒരു ചോദ്യത്തിന് സൈക്കോളജിയിൽ വളരെ വ്യക്തമായൊരു ഉത്തരമുണ്ട്. ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, അതിനു പിന്നിലെ യഥാർത്ഥ കാരണം നമ്മുടെ തലച്ചോറിന്റെ വയറിങ്ങിൽ വന്ന മാറ്റമാണ്. തലച്ചോറിലോ? അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതായത്, ഈ ഡിജിറ്റൽ യുഗത്തില് നമ്മുടെ മനസ്സ് നിരന്തരം ഡോപ്പമൈൻ ഉത്തേജനങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. പെട്ടെന്ന് ലഭിക്കുന്ന റിവാർഡുകളിലാണ് നമ്മുടെ തലച്ചോറിനിപ്പോൾ താൽപ്പര്യം. അപ്പോൾ ഒരു ബന്ധത്തില് ചെറിയൊരു ലാഗ് വന്നാൽ, അല്ലെങ്കിൽ വിചാരിച്ചത്ര രസമില്ലെങ്കിൽ, ഉടനെ അത് ഉപേക്ഷിച്ച് അടുത്തതിലേക്ക് പോകുന്നു. ശരിയാണ്. ഡേറ്റിംഗ് ആപ്പുകളിൽ സ്വൈപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു പുതിയ ഓപ്ഷൻ എന്ന് തോന്നൽ വലിയൊരു കെണിയാണ്. കൃത്യമായി പറഞ്ഞു. എന്നിരുന്നാലും സ്രോതസ്സുകളിൽ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും മരണത്തിനു പോലും വേർപെടുത്താൻ കഴിയാത്ത ആത്മാർത്ഥമായ പ്രണയം ഇപ്പോഴും അപൂർവമായി ഈ ഭൂമിയിലുണ്ട്. അതെയോ? ഈ കാലത്തും അങ്ങനെയുണ്ടോ? ഉണ്ട്. ആ ഒരു സത്യസന്ധതയും സമർപ്പണവുമാണ് പ്രണയത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം എന്ന് സ്രോതസ്സുകൾ അടിവരയിടുന്നു. വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകുന്നവരാണ് ആ സൗന്ദര്യം അനുഭവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പ്രണയത്തിലെ ഈ മാറ്റങ്ങൾ വിവാഹമെന്ന സ്ഥാപനത്തെയും ബാധിക്കുമല്ലോ. അവിടേക്ക് നമുക്കൊന്ന് വരാം. തീർച്ചയായും, വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. വിവാഹത്തോടുള്ള പുതുതലമുറയുടെ മനോഭാവം പാടെ മാറിയിരിക്കുകയാണ്. സ്രോതസ്സുകളിൽ വിവാഹമോചനങ്ങൾ കൂടുന്നതിനെക്കുറിച്ചും പുതുതലമുറ വിവാഹം വേണ്ടെന്ന് വെക്കുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. സ്വന്തം കാലിൽ നിൽക്കുക, സാമ്പത്തിക ഭദ്രത നേടുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതെ, അത് ഇന്നത്തെ ഒരു യാഥാർത്ഥ്യമാണ്. സ്വന്തം കാലിൽ നിൽക്കുന്നതിനെ ഞാൻ തീർച്ചയായും പ്രശംസിക്കുന്നു. പക്ഷേ പരസ്പര വിശ്വാസത്തോടെ ഒരു ജീവിതം പടുത്തുയർത്താനുള്ള ധൈര്യം എവിടെയോ നഷ്ടപ്പെട്ടുപോയോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ബാധ്യതകളെ ഏറ്റെടുക്കാൻ ഇന്നത്തെ യുവതലമുറ ഭയക്കുകയാണോ? അതൊരു സങ്കീർണമായ അവസ്ഥയാണ്. പഴയകാലത്ത് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. അസന്തുഷ്ടമായ ഒരു വിവാഹ ജീവിതമാണെങ്കിൽ കൂടി സാമ്പത്തിക ആശ്രിതത്വം കൊണ്ടോ സമൂഹത്തെ ഭയന്നോ ആളുകളത് കടിച്ചുപിടിച്ച് സഹിച്ചിരുന്നു. അതെ, പണ്ടൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. ആരും എളുപ്പത്തിൽ പുറത്തുവരില്ല. എന്നാൽ ഇന്ന് യുവതലമുറയ്ക്ക് ആ ഭയമില്ല. അവർ മാനസിക സമാധാനത്തിനും വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിനും വലിയ വില കൊടുക്കുന്നു. അതുകൊണ്ടുതന്നെ ബാധ്യതകളെ ഭയപ്പെടുന്നൊരു പ്രവണത അവരിലുണ്ട്. ഇതിൽ ഏറ്റവും വലിയ വില്ലനായി മാറുന്നത് മറ്റൊന്നാണ്. ഏതായിരിക്കും അത്? സോഷ്യൽ മീഡിയ ആണോ? അതെ, സോഷ്യൽ മീഡിയ തന്നെ. സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ബന്ധങ്ങളിലെ സുതാര്യത, അതായത് ട്രാൻസ്പെറൻസി, ഇല്ലാതാക്കിയത് എന്ന ദുഃഖസത്യം ഈ സ്രോതസ്സുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. ശരിയാണ്. നമ്മൾ മറ്റുള്ളവരുടെ ഹൈലൈറ്റ് റീലുമായി നമ്മുടെ സാധാരണ ജീവിതം താരതമ്യം ചെയ്യുകയാണ് ഇപ്പോഴും. അപ്പോൾ ഈ അൺറിയലിസ്റ്റിക് ആയ പ്രതീക്ഷകൾ കാരണം
വിവാഹങ്ങൾ തകരുമ്പോൾ സമൂഹം ആ വ്യക്തികളോട് പ്രതികരിക്കുന്ന രീതി വളരെ മോശമല്ലേ? തീർച്ചയായും മോശമാണ്. ഒരു പുതിയ ജീവിതം ആഗ്രഹിക്കുന്ന വിവാഹമോചിതരെ സ്വീകരിക്കാൻ ഈ സമൂഹം ഇപ്പോഴും തയ്യാറല്ല. എനിക്കിത് വായിച്ചപ്പോൾ തോന്നിയ ഒരു ഉപമയുണ്ട്. അതായത്, ഒരു ഫുട്ബോൾ കളിയിൽ ഒരു ഗോൾ നഷ്ടപ്പെടുത്തിയതിന് ഒരു കളിക്കാരനെ ജീവിതകാലം മുഴുവൻ വിലക്കുന്നതുപോലെയാണിത്. ഒരു അബദ്ധം പിണഞ്ഞാൽ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോയാൽ അവർക്ക് രണ്ടാമതൊരു അവസരം നൽകാൻ സമൂഹം തയ്യാറാകുന്നില്ല. അവിടെ ഒരു വലിയ കാപട്യമൊളിഞ്ഞിരിപ്പുണ്ട്. മുൻകാല ട്രോമകളിൽ നിന്ന് പുറത്തുവന്ന് പുതിയ ജീവിതം തുടങ്ങാൻ അപാരമായ മാനസിക കരുത്ത് ആവശ്യമാണ്. അതെ, വലിയ ധൈര്യം തന്നെ വേണം അതിന്. ഈ കരുത്ത് നേടുന്നവരെ സമൂഹം ഇരുകൈയും നീട്ടി സ്വീകരിക്കേണ്ടതിന് പകരം അവരെ മാറ്റി നിർത്തുന്നു. കാരണം സമൂഹം എപ്പോഴും ഒരു പെർഫെക്റ്റായ ചട്ടക്കൂട് ആഗ്രഹിക്കുന്നു. അതിൽ നിന്ന് വ്യതിചലിക്കുന്നവരെ ഉൾക്കൊള്ളാൻ സമൂഹത്തിന് ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു സമൂഹത്തിന്റെ ഈ നിയമങ്ങൾക്കൊന്നും വലിയ അർത്ഥമില്ല എന്ന്. വിവാഹാലോചനകളുടെ കാര്യം തന്നെ നോക്കൂ. അതിലെന്താണ് നിങ്ങൾക്ക് പ്രത്യേകമായി തോന്നിയത്? ജാതി, മതം, പണം, കുടുംബമഹിമ, ഇതിനൊക്കെയല്ലേ ഡിമാൻഡ്? ഇതൊക്കെ വെച്ചുള്ള ഒരു വലിയ മാർക്കറ്റാണ് ശരിക്കും നമ്മുടെ മാട്രിമോണിയൽ സിസ്റ്റം. ഇവയെല്ലാം മനുഷ്യന്റെ കച്ചവട മനോഭാവത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും അടയാളങ്ങളല്ലേ? അതെ, തീർച്ചയായും. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണെങ്കിൽ കൂടി ചോദിക്കുന്ന ഡിമാൻഡുകൾ മനുഷ്യന്റെ സ്വാർത്ഥതയെയാണ് കാണിക്കുന്നത്. ഇവിടെയാണ് അനിത്യത എന്ന ആശയം പ്രസക്തമാകുന്നത്. ഗൗതമബുദ്ധന്റെ ആ സന്ദേശമല്ലേ ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുമെന്നുള്ളത്? കൃത്യമായി പറഞ്ഞു. ഭൂമിയിൽ ഒന്നും സ്ഥിരമല്ലെന്ന യാഥാർത്ഥ്യം. മാറ്റം മാത്രമേ ഇവിടെ ശാശ്വതമായുള്ളൂ. ഈ ഒരൊറ്റ തിരിച്ചറിവ് മനുഷ്യനുണ്ടായാൽ തന്നെ അവന്റെ സ്വാർത്ഥതയും പകുതി പ്രശ്നങ്ങളും ഇല്ലാതാകും. ശരിയാണ്. നമ്മളീ പടുത്തുയർത്തുന്ന ജാതിയുടെയും പണത്തിന്റെയും അഹങ്കാരത്തിന്റെയും കോട്ടുകൾക്കൊന്നും യാതൊരു സ്ഥിരതയുമില്ല. അനിത്യതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മനുഷ്യന്റെ ഏറ്റവും വലിയ അനിത്യതയെക്കുറിച്ച് സംസാരിച്ചേ മതിയാകൂ. മരണത്തെക്കുറിച്ച് തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? അതെ, മരണം. ഈ കോസ്മിക് യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നാറുണ്ട്. കോടിക്കണക്കിന് ഗാലക്സികളുള്ള ഈ മഹാപ്രപഞ്ചത്തിൽ ഭൂമി എന്ന ഗ്രഹത്തിലെ വെറുമൊരു മൈക്രോസ്കോപ്പിക് ജീവിയാണ് മനുഷ്യൻ. എന്നിട്ടും അവന് യാതൊരു വിനയവുമില്ല, അല്ലേ? അതാണ് അതിശയകരം. ഒരു മണൽത്തരിയുടെ അത്ര പോലും വലിപ്പമില്ലാത്ത നമ്മൾ മരണം ഉറപ്പാണെന്നറിഞ്ഞിട്ടും എന്റേത് എന്ന ചിന്തയിൽ അതിർത്തികൾ വരയ്ക്കുകയും യുദ്ധങ്ങൾ നടത്തുകയും കൊലപാതകങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. എന്തു വലിയ വിരോധാഭാസമാണിത്! ഒരു മികച്ച ചരിത്ര ഉദാഹരണമുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ചരിത്രം. ഓ, ആ ശൂന്യമായ കൈകളുടെ കഥ അതൊന്ന് വിശദീകരിക്കാമോ ശ്രോതാക്കൾക്ക് വേണ്ടി? ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച മഹാനായ ചക്രവർത്തിയായിരുന്നു അലക്സാണ്ടർ. പക്ഷെ അദ്ദേഹം മരിച്ചപ്പോൾ ഒരു പ്രത്യേക കാര്യം ആവശ്യപ്പെട്ടിരുന്നു. തന്റെ ശവപ്പെട്ടിക്ക് പുറത്തേക്ക് തന്റെ വെറും കൈകൾ ഇട്ടിരുന്നു കൊണ്ടുപോകണമെന്ന്. താനൊന്നും കൂടെ കൊണ്ടുപോകുന്നില്ല എന്ന് ലോകത്തെ കാണിക്കാൻ വേണ്ടിയായിരുന്നില്ലേ അത്? അതെ, കൃത്യമായി അതുതന്നെ. ഞാൻ ഇത്രയൊക്കെ വെട്ടിപ്പിടിച്ചിട്ടും പോകുമ്പോൾ എന്റെ കൈകൾ ശൂന്യമാണ് എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. ഈ ഒരു ബോധം ഇന്നത്തെ മനുഷ്യന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അലക്സാണ്ടറുടെ ആ ശൂന്യമായ കൈകൾ ശരിക്കും ഒരു വലിയ പാഠമാണ്. നമ്മൾ കെട്ടിപ്പടുക്കുന്ന ഈ വലിയ സാമ്രാജ്യങ്ങൾ, അതായത് നമ്മുടെ ബാങ്ക് ബാലൻസ്, ഫോളോവേഴ്സ്, ഇതൊന്നും നമ്മളോടൊപ്പം വരുന്നില്ല. മനുഷ്യന്റെ ഈ അഹങ്കാരത്തെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ഒരാൾക്ക് കഴിയും. പ്രകൃതിക്ക്. പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ മനുഷ്യൻ എപ്പ നിസ്സഹായനാണെന്ന് സ്രോതസ്സുകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഭൂകമ്പങ്ങളോ പ്രളയങ്ങളോ വരുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ എത്ര കോടിയുണ്ടെന്നോ ഏത് ജാതിയിലാണെന്നോ പ്രകൃതി നോക്കാറില്ല, അല്ലേ? ഒരിക്കലുമില്ല. മനുഷ്യന്റെ അഹങ്കാരത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടികളാണ് പ്രകൃതി ദുരന്തങ്ങൾ. അവിടെ എല്ലാവരും തുല്യരാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് സ്രോതസ്സുകളിൽ തന്നെയുള്ള മറ്റൊരാശയം കടന്നുവരികയാണ്. പണവും മത്സരവുമില്ലാത്ത, ജാതിയും മതവുമില്ലാത്ത, സ്നേഹം മാത്രമുള്ള ഒരു ലോകം. ഇതൊരു യൂട്ടോപ്യൻ സ്വപ്നം മാത്രമാണോ? അതോ പ്രായോഗികമായി മനുഷ്യന് അങ്ങനെ ഒരു ലോകം സൃഷ്ടിക്കാൻ കഴിയുമോ? അതൊരു മനോഹരമായ ചിന്തയാണ്. പക്ഷെ അത് പൂർണ്ണമായും പ്രായോഗികമാണോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. എങ്കിലും സ്രോതസ്സുകൾ പറയുന്നത് അതൊരു യൂട്ടോപ്യൻ സ്വപ്നമാണെങ്കിലും ഏതൊരു യഥാർത്ഥ മനുഷ്യസ്നേഹിയും ആഗ്രഹിക്കുന്ന ലോകം അതാണെന്നാണ്. ആരും പട്ടിണി കിടക്കാത്ത, പണത്തിന് യാതൊരു പ്രാധാന്യവുമില്ലാത്ത ലോകം. കേൾക്കാൻ തന്നെ ഒരു സമാധാനമുണ്ട്. അതെ, അങ്ങനെയൊരു സമാധാനപൂർണമായ ലോകത്ത് മരണം സംഭവിച്ചാൽ പോലും അതൊരു ഭയപ്പെടുത്തുന്ന ഒന്നായില്ല.
അതൊരു ശാന്തമായ യാത്രയാകും എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ശരി, ഇത്രയും വിശകലനം ചെയ്തു കഴിയുമ്പോൾ സ്വാഭാവികമായും എന്റെ മനസ്സിലൊരു വലിയ ദാർശനിക ചോദ്യം ഉയരുന്നുണ്ട്. നിങ്ങൾക്ക് നേരെ തന്നെ ഞാൻ ആ ചോദ്യം എറിയുകയാണ്. എങ്കിൽ പിന്നെ മനുഷ്യർ എന്തിനാണ് ജീവിക്കുന്നത്? ഇതൊരു വളരെ വലിയ ചോദ്യമാണ്. ദാർശനികർ കാലാകാലങ്ങളായി ചോദിക്കുന്ന ചോദ്യം. അതെ, അതായത് മരണമാണ് അവസാനമെങ്കിൽ, നമ്മൾ ഒന്നും കൂടെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യന്റെ ലക്ഷ്യം എന്തായിരിക്കണം? ജീവശാസ്ത്രപരമായി നോക്കിയാൽ ജനിക്കുക, വംശം നിലനിർത്തുക, മരിക്കുക എന്നതു മാത്രമാണ് ജീവന്റെ ലക്ഷ്യം. എന്നാൽ നിങ്ങൾ ചോദിച്ചതുപോലെ ബുദ്ധിയുള്ള മനുഷ്യന്റെ ലക്ഷ്യം എന്തായിരിക്കണം? അത് സ്രോതസ്സുകളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്താണത്? പരസ്പരം സ്നേഹിക്കുക എന്നതാണോ? അതെ, പരസ്പരം സ്നേഹിക്കുക എന്നതു മാത്രമാണ്. തനിക്കും ചുറ്റുമുള്ളവർക്കും യാതൊരു ഉപദ്രവവുമില്ലാതെ സമാധാനത്തോടെ ജീവിക്കുക. ജീവിക്കുന്ന ഈ ചെറിയ കാലയളവിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യുക. അതെ, നമ്മൾ മരിക്കുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോകുന്നില്ല. പക്ഷെ നമ്മൾ പലതും ഇവിടെ അവശേഷിപ്പിച്ചു പോകുന്നുണ്ടല്ലേ? നാം ഇവിടെ അവശേഷിപ്പിച്ചു പോകുന്ന സ്നേഹവും നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്ത നന്മകളും മാത്രമാണ് നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്ന ഒരേയൊരു സമ്പത്ത്. തീർച്ചയായും. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മെ ഭയപ്പെടുത്താനല്ല, മറിച്ച് കൂടുതൽ സ്നേഹിക്കാൻ നമ്മെ പ്രേരിപ്പിക്കാനാണ്. വളരെ ശരിയായൊരു നിരീക്ഷണമാണത്. ആ ഒരു ചിന്തയോടെ തന്നെ നമുക്ക് ഈ വിശകലനം ഉപസംഹരിക്കാം. പക്ഷെ പോകുന്നതിന് മുൻപ് നിങ്ങൾക്കായി ഒരു കാര്യം ഇവിടെ ബാക്കി വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ചിന്തയാണിത്. കേൾക്കട്ടെ, എന്താണ് ചിന്ത? അടുത്ത തവണ ഒരു ചെറിയ കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ മറ്റൊരാളോട് വഴക്കിടുമ്പോഴോ അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ അംഗീകാരത്തിനായി നെട്ടോട്ടമോടുമ്പോഴോ ഒന്ന് നിൽക്കൂ. നിങ്ങളുടെ സ്വന്തം കൈകളിലേക്കൊന്ന് നോക്കുക. എന്നിട്ട് അലക്സാണ്ടർ ചക്രവർത്തിയെ ഒന്ന് ഓർക്കുക. അതെ, ആ ശൂന്യമായ കൈകൾ. ചോദിക്കുക നിങ്ങളോട് തന്നെ, നിങ്ങളിവിടെ പടുത്തുയർത്തുന്നത് കാലത്തെ അതിജീവിക്കുന്ന സ്നേഹമാണോ, അതോ മരിക്കുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ കഴിയാത്ത വെറും ശൂന്യതയോ? ഈ ദാർശനികമായ ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ആഴത്തിലുള്ള വിശകലനം ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി.